الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിമഹത്തായ ഒരു മാസത്തെ നമ്മൾ സാക്ഷികളായി ജീവിച്ചവരാണ്. ആ ഒരു മാസം ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം അല്ലെങ്കിൽ മാർഗദർശകം എന്ന നിലയിൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൻ്റെ ഒരു മാസമായിരുന്നു അത്. ഒരു മാസത്തിൻ്റെ പവിത്രതയാണ് യഥാർത്ഥത്തിൽ ആ വ്രതാനുഷ്ഠാനം വരെ. ഖുർആനാണ് അതിലെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകുകയും അത് മനുഷ്യവംശത്തിന് അനുഗ്രഹമായി നിലനിർത്തുകയും ചെയ്തു പോന്ന ഒരു മാസക്കാലം അതനുഭവിച്ച് ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്ന ഒരു ചെറിയ വചനമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം ഇൻ തത്തഖുല്ലാഹ് യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് അള്ളാഹു വളരെ കൃത്യമായി വിവേചനം നൽകുന്നതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ഏതൊരാൾ സൂക്ഷ്മത പുലർത്താൻ ഇഷ്ടപ്പെടുന്നുവോ അള്ളാഹു അവരുടെ ജീവിതത്തിൽ മാർഗങ്ങൾ നൽകും. ആ ജീവിതത്തെ എളുപ്പമാക്കുന്ന വഴികളാണ് ഈ കാര്യത്തിലെല്ലാം ഉണർത്തുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഏതൊരു ഞെരുക്കം ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ അവസാനം എളുപ്പമുണ്ടാവും. പ്രയാസമില്ലായ്മ ജീവിതത്തിൽ അനുഭവിക്കാൻ അള്ളാഹു അവസരം നൽകും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം. അള്ളാഹു ആണ് ഇത്രയും വലിയൊരു മാർഗദർശനമായി നമുക്ക് ഈ കിതാബ് നൽകിയത്. ഈ ഖുർആനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നായകത്വം വഹിക്കുന്നത്. നായകത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമ് ഖുർആനാണ്. അത് ഖബറിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായി പ്രതിപാദിക്കപ്പെട്ട ഹദീസുകളിലും വൽ ഖുർആനു ഇമാമി എന്നാണ് അതിൻ്റെ ഉത്തരം പഠിപ്പിച്ചിട്ടുള്ളത്. ഹാഫിദ് സുയൂത്തി അലൈഹിർ റഹ്മ, ഓരോ മനുഷ്യനും ചോദ്യത്തിന് വിധേയമാകും. ആ ഒരു ചോദ്യം ഇതാണ്: ഇമാം ആരാകുന്നു?
ഖിബില ഏതാകുന്നു എന്നതിന് നമുക്ക് ഉത്തരവുണ്ട്. നമ്മളത് അനുസരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കഅബ. ഇമാമ ഖുർആനാണ്. ആ ഖുർആനിനെയാണ് അനുധാവനം ചെയ്ത് ജീവിക്കേണ്ടത്. ഏത് കാര്യത്തിലും ഒരു മനുഷ്യൻ വിശ്വാസി ഖുർആനിൻ്റെ പരാമർശവും വിഷയവും എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിമുകൾ എന്നർത്ഥം. അത്തരത്തിലൊരു ഖുർആനിൻ്റെ അവതരണത്തോടെ അള്ളാഹു ഒരു മാസത്തെ ധന്യമാക്കി നമുക്ക് അനുഭവിക്കാൻ യോഗം നൽകി, ആയുസ്സും ആരോഗ്യവും നൽകി. അൽഹംദുലില്ലാ, അതിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിയുള്ളവരാവുക. 2, നമ്മൾ തഖ്വാബോധം നിലനിർത്തുക. എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിലുടനീളം അള്ളാഹുവിന് തഖ്വയുള്ളവരായിരിക്കണം. 3-മതൊരു കാര്യം, പരസ്പര സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഒക്കെയായിരുന്നു ഈ ഒരു മാസം. പരസ്പര സ്നേഹം, അംഗീകാരം, ഇഷ്ടം, സഹകരണം, ഇതെല്ലാം മുസ്ലിം ലോകം ജീവിതകാലം മുഴുവൻ രാപ്പകൽ ഭേദമന്യേ ഏതാണ്ട് മുഴുവൻ മനുഷ്യരാശിക്കും ഇസ്ലാമിൻ്റെ പ്രഭയിലുള്ള ഗുണം, അതിൻ്റെ നന്മ അറിഞ്ഞവരാണിപ്പോഴും. കാരണം അത്രയധികം സഹകരണവും സഹായവും സഹാനുഭൂതിയും ദയയും കാരുണ്യവും ഇതെല്ലാം മുസ്ലിം ലോകം നിർവഹിച്ച ഒരു സമയമാണിത്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിൽ യാതൊരു യോജിപ്പുമില്ല, മറിച്ച് നന്മയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ്. ആ അടിസ്ഥാനത്തിൽ ജീവിച്ച നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. ആ ഖുർആൻ നമുക്ക് മഹ്ശറയിൽ ഹുജ്ജത്തായി അള്ളാഹു ഹാജരാക്കി തരുമാറാകട്ടെ. റമളാനിനെയും ഖുർആനിനെയും ഷഫാഅത്തായി അള്ളാഹു നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമാറാകട്ടെ. അള്ളാഹു വീണ്ടും നമുക്ക് മറ്റൊരു റമളാനിന് സാക്ഷിയാകാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ ഏവരെയും നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സഹാബിമാരിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ. മുഹാജിറുകൾ, അൻസാറുകളെ അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന സഹോദരീ സഹോദരന്മാർ, റഹ്മാനായി അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകി അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുരിതകരമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.